ചില യാത്രകൾ പ്രിയപ്പെട്ടതായി മാറുന്നത് നമുക്കിപ്പം യാത്ര ചെയ്യുന്ന ആളുകളുടെ സാന്നിധ്യം കൂടി കൊണ്ടാണ്. കേവലം കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല. ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഈ ഐതിഹ്യം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കുമല്ലോ. ദ്വാപര യുഗ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ പരമാത്മാവ് കൂടിയായ മഹാവിഷ്ണുവിനെ ഒരു വിഗ്രഹ രൂപേണ പൂജിച്ചിരുന്നു. ഈ വിഗ്രഹം മാത്രം പ്രളയത്തിൽ ആണ്ടുപോകരുതെന്ന് ഭഗവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഗുരു ബൃഹസ്പതിയും വായുദേവനും ആ വിഗ്രഹത്തെ കടൽ മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നു. ഒടുവിൽ അവർ അത് കണ്ടെത്തുകയും ഇതിനെ എവിടെ സ്ഥാപിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. വായുമാർഗം ഉപയോഗിച്ച് തന്നെ ഭൂമി മുഴുവൻ അവർ ദിവസങ്ങളൊരു സ്ഥാനം അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ പരശുരാമൻ്റെ ഭൂമി കൂടിയായ കേരളത്തിലെ ഏതോ ഒരു കോണിൽ ശിവപാർവതീശ്വരന്മാർ നൃത്തം ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചു. ആ ഭൂമികയിൽ തന്നെ വിശ്വകർമാവിനെ വരുത്തി ഒരു ക്ഷേത്രം പണിയിക്കുകയും വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു. അതിനാലാണ് ഇതിനെ ഗുരുവായൂർ എന്ന് വിളിക്കുന്നത്. ഗുരുവും വായുദേവനും സ്ഥാപിച്ചതിനാൽ.